ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. സോ നിങ്ങളെ റീനീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നുണ്ടാകും. ഓരോ ചാപ്റ്ററുമായി നിങ്ങളുടെ മുമ്പിൽ ഫ്യൂച്ചറിൽ നിന്ന് ഓരോ ടീച്ചേഴ്സ് വരാറുണ്ട്. ഇന്ന് ഞാൻ DNF ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ എലമെന്റ് ഈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം അത് n-1 D1 to 10 ns1 to 2 ആണെന്ന് നമുക്കറിയാം. റെഡി? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ നോക്കേണ്ടത് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോളോ ചെയ്യാത്ത ട്രാൻസിഷൻ എലമെന്റ് ഏതാന്നൊക്കെ ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം മക്കൾ. അത് പലേഡിയം ആണ്. പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് വരുന്നത് 5s0 4d10 ആണ്. എസ് സബ്ഷെല്ലിൽ എന്തില്ല? ഇലക്ട്രോൺ ഇല്ല. എസിൽ 0 ഇലക്ട്രോൺ ആണ്. നിങ്ങൾ നോക്കൂടെ, എസ് 1 to 2 ആവണം. പക്ഷെ പലേഡിയം അത് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇതൊരു എക്സെപ്ഷൻ ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് വൺ. Of the following outer electronic configurations of atoms, the highest oxidation state, മക്കളെ മനസ്സിലാക്കണേ, the highest oxidation state is achieved by which one of them എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഡി ബ്ലോക്ക് എലമെന്റ്സ് അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതുമായി ബന്ധപ്പെട്ട് ഒരു ടാബിള് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 3D സീരീസിലെ അഥവാ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെന്റുകൾ കാണിക്കുന്ന വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഒരു ടാബിള് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സ്കാൻഡിയം എന്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ? +3 മാത്രമേ കാണിക്കുന്നുള്ളൂ. സിങ്ക് അത് +2 മാത്രമേ കാണിക്കുന്നുള്ളൂ. They will no variable oxidation state. They have only one. Scandium having +3 and zinc having +2. Ready? ഇത് മാറിപ്പോകരുത്. ഇത് എപ്പോഴും മനസ്സിലാക്കി വെക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടും മറ്റൊക്കെ ആയിട്ട് ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ ടൈറ്റാനിയം മുതൽ അങ്ങ് കോപ്പർ വരെയുള്ളവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യം ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ്. അതായത് ഇത് മൂന്നാമത്തെ ഗ്രൂപ്പാണ്. അപ്പൊ അത് 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലേ? ഇനി നമുക്ക് ഓരോന്നിന്റെയും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. മൂന്നാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. റെഡി? ഫോർത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. ഫിഫ്ത്ത് ആണെങ്കിൽ അത് +5 ആണ്. സിക്സ്ത് ആണെങ്കിൽ അത് +6 ആണ്. 7 ആണെങ്കിൽ അത് +7 ആണ്. ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്. 7th ഗ്രൂപ്പാണ് കാണിക്കുന്നത്. 8 ആണെങ്കിൽ +8 ഒന്നും പറഞ്ഞുകൂടാ. നമുക്കറിയാം എട്ടാമത്തെ ഗ്രൂപ്പിലെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. ഇനി അങ്ങോട്ടുള്ള ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റൂല? ഗ്രൂപ്പിന്റെ എണ്ണത്തിനനുസരിച്ച് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ആദ്യത്തെ 5 ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെത് +3 മാക്സിമം, നാലാമത്തെ ഗ്രൂപ്പിൻ്റെത് +4, ദെൻ അഞ്ചാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ +5, ആറാമത്തേതാണെങ്കിൽ +6, ഏഴാമത്തേതാണെങ്കിൽ +7. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി. നമ്മൾ ഗ്രൂപ്പിന്റെ എണ്ണം കണ്ടെത്തിയാൽ ഒരു പക്ഷെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്താലോ മക്കളെ? ഇവിടെ D8ഉം NS2 ആണ് അല്ലെ? ഡിയിലെയും എസിലെയും ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് 10th ഗ്രൂപ്പാണ്. 10th ഗ്രൂപ്പിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തിലോട്ട് പോവാം. ബി, ഓപ്ഷൻ ബിയില് D1 അങ്ങനെയാണെങ്കിൽ 6 ആണ്. അതായത് 6 ആണെങ്കിൽ അത് +6 ആണ് അതിന്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ D3ഉം NS2 ആണ്. അഥവാ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 5th ഗ്രൂപ്പാണെന്ന് മനസ്സിലാകും. ഹയസ്റ്റ് +5 ആണെന്ന് നമുക്കറിയാം. റെഡി? ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളത് 7 ഇലക്ട്രോൺസ് ആണ് രണ്ടിലുമായിട്ട്. അതായത് ഏഴാമത്തെ ഗ്രൂപ്പാണ്. അഥവാ അതിന്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്. റെഡി? ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പിക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. സോ നമുക്കത് ശരിയായ ഉത്തരമായി കൊടുക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ബട്ട് നോട്ട് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിന് നമ്മൾ പൊതുവെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ടെങ്കിലും
അതിൽപ്പെട്ട ചിലവരെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല അല്ലേ. എന്താ ട്രാൻസിഷൻ എലമെന്റിന്റെ ഡെഫിനിഷൻ? ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽ ഉണ്ടാവണം. എവിടെയൊക്കെ? ഒന്നെങ്കിൽ അതിന്റെ അറ്റോമിക് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതിന്റെ അയോണിക് സ്റ്റേറ്റിൽ അല്ലെ. നമുക്ക് അറിയാം സിങ്ക്, അതുപോലെ കാഡ്മിയം, അതുപോലെ മെർക്കുറി, ഇവരുടെ ഒക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സിങ്ക് 4s2 3d10 ആണ്. കാഡ്മിയം വരെ എങ്ങനെയാടാ 5s2 4d10 ആണ്. മെർക്കുറി വരെ എങ്ങനെയാടാ 6s2 അല്ലെ 5d10 ആണ്. റെഡി. ഇതിന്റെ അറ്റോമിക് സ്റ്റേറ്റിൽ ഡി എന്താണ്? കംപ്ലീറ്റർ ആണ്. ഓക്കെ. ഇനി ഇതിന്റെ അയോണിക് സ്റ്റേറ്റ് പരിശോധിച്ചാലോ? സിങ്ക് എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? സിങ്ക് 2+ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. സിങ്ക് 2+ ആയാലും 4s0 3d10 തന്നെയാണ്. d10 ഡി കംപ്ലീറ്റർ ആണ്. നമ്മൾ കാഡ്മിയത്തിൻ്റെതായാലും മെർക്കുറിന്റെ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഇതിന്റെ അയോണിക് സ്റ്റേറ്റ് നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ ഡി കംപ്ലീറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന മെർക്കുറി +1 ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ മെർക്കുറി +2 ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ +1 ആയാലും +2 ആയാലും ഈ d10 എന്ത് കിട്ടൂല? ഒരു മാറ്റവും ഉണ്ടാകൂല. അത് അതുപോലെ തന്നെ ഉണ്ടാകും. So it will not considered as a transition elements. Option B is right answer. നമുക്കത് മാർക്ക് ചെയ്യാം. Okay. Then go to next one. An element is M3+ ion from it is electronic configuration is argon 3d1 എന്ന് കൊടുത്തിട്ടുണ്ട്. The ion is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ട് ആർഗൺ അല്ലെ 3d1 ആണ്. ആർഗന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. ഡിയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 19 ആണ്. ഇവിടെ ഡി ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. നമുക്കറിയാം ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കാൽസ്യം 2+ ആണ്. കാൽസ്യം 2+ എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റ് അല്ല, അത് എസ് ബ്ലോക്ക് ആണ്. സോ നമുക്ക് ഇതിന് ഒഴിവാക്കാം. ദെൻ ബി എന്ന് പറയുന്നത് സ്കാൻഡിയം ആണ്. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം 21 ആണ്. സ്കാൻഡിയം പ്ലസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര ആയിരിക്കും? അത് 20 ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 90. 90 ഇലക്ട്രോൺ ഉള്ളതായിരിക്കും നമ്മുടെ ആൻസർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ടൈറ്റാനിയം 4+, ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22 ആണ്. ടൈറ്റാനിയം 4+ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ 18 ഇലക്ട്രോൺസ് എഴുതാം. റെഡി. അപ്പൊ അതുമല്ല ആൻസർ. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം 3+ ആണ്. ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോൾ ടൈറ്റാനിയത്തിൽ 22 ഇലക്ട്രോൺ, 3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 19 ആയിരിക്കും. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. നോക്കിയേ, ട്രാൻസിഷൻ മെറ്റൽസ് ഷോ പാരാമാഗ്നറ്റിസം ഡ്യൂ ടു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പാരാമാഗ്നറ്റിസം കാണിക്കുന്നത്? നമുക്കറിയാം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗത്ത് പഠിക്കുന്നുണ്ട് അല്ലെ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിസം ആണെന്നും, എല്ലാം പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിസം ആണെന്നും, ഇനി ഈ പാരാമാഗ്നറ്റിക്സിന്റെ എക്സസീവ് ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറോ മാഗ്നറ്റിസം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ റീസൺ കൃത്യമായിട്ട് അറിയാം. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായത് കൊണ്ടാണ് അവിടെ പാരാമാഗ്നറ്റിസം കാണിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. നമുക്ക് അതൊക്കെ നോക്കാം. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ അയോൺ ഈസ് നോട്ട് കളേർഡ്? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. പലപ്പോഴായിട്ടും പല രൂപത്തിൽ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. കളേർഡ് കോമ്പൗണ്ട് ആവണമെങ്കിൽ അവിടെ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽ ഉണ്ടാവണം. മക്കളെ മറന്നു പോകരുത്. ഇൻകംപ്ലീറ്റ് എന്തുണ്ടാവണം? ഡി ഓർബിറ്റൽ ഉണ്ടാകണം. റെഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ടൈറ്റാനിയം 3+. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22 ആണ്. അങ്ങനെയാണെങ്കിൽ ടൈറ്റാനിയം 3+ന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 3d1 ആയിട്ട് വരും. നോർമലി ടൈറ്റാനിയത്തിന്റെ 22 ആണെങ്കിൽ ദാറ്റ് ഈസ് 4s2 3d2 അല്ലെ. അപ്പൊ ടൈറ്റാനിയം 3+ എന്ന് പറയുന്നത് എന്താണെടാ? 3d1 അല്ലേ? ആണ് അല്ലെ. ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. അത് കംപ്ലീറ്റഡ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം എങ്കിലേ അതെന്ത് കാണിക്കുള്ളൂ? കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കുള്ളൂ. ഇനി അയൺ 3+ നോക്കിയാൽ നിങ്ങൾ Fe3+, Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. അങ്ങനെയാണെങ്കിൽ നോർമലി അതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s2
2 3d6 ആണ്. ഇനി 3+ ആണെങ്കിൽ 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാലും അതിലുണ്ടാകുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d5 ആയിരിക്കും. ഇതിലും എന്തുണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽ ആണ്. എന്നാൽ വെനേഡിയം 2+ നോക്കാം നമുക്ക്. വെനേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 23 ആണ്. 2+ എന്ന് പറയുമ്പോൾ അല്ലെ, നോർമലി വെനേഡിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4s2 3d3 ആയിരിക്കും. ഓക്കെ, ദെൻ അതിൽ 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ പോയാൽ ബാക്കി ഉണ്ടാവുക 3d3 ആയിരിക്കും. എഗെയിൻ അവിടെയും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സിങ്കിനെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. സിങ്ക് നിങ്ങൾക്ക് അറിയാം, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d10 ആണ്. ഇനി സിങ്ക് 2+ എന്ന് പറഞ്ഞാൽ ഈ 2 ഇലക്ട്രോൺ പോകുന്നു, ഡി കംപ്ലീറ്റഡ് ആണ്. ഡി ഇൻകംപ്ലീറ്റ് അല്ല, എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ അവിടെ ഡി ട്രാൻസിഷൻ പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ they will not show colored compound. ഓക്കെ, സോ സിങ്ക് ആണ്, സിങ്ക് 2+ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിങ്കിനെ പോലെ തന്നെ മറ്റൊരാളും കൂടെ നമുക്ക് കളേർഡ് അല്ല എന്ന് പറയാം. ഡി ബ്ലോക്ക് എലമെന്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കളേർഡ് അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ആളാണ് മറ്റൊന്ന് സ്കാൻഡിയം. സ്കാൻഡിയം കാണിക്കുന്നത് ഓൺലി ദേ വിൽ ഷോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സ്കാൻഡിയം നോർമൽ സ്റ്റേറ്റിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s2 3d1 ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ +3, സ്കാൻഡിയം +3 എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. ഇതിൽ എവിടെയും എന്തില്ല? അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ ഡസ് നോട്ട് ഷോ കളേർഡ് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ they will not form colored compounds. Okay, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർമേഷൻ ഓഫ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് മേക്സ് ദ ട്രാൻസിഷൻ മെറ്റൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഈ പറഞ്ഞ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? മക്കളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. അതായത് സാധാരണ നോർമലി ഉള്ള നമ്മുടെ ട്രാൻസിഷൻ എലമെന്റിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഉള്ളിലായിട്ട് നന്നായി ശ്രദ്ധിക്കണേ. നോർമൽ ഉള്ള ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ഈ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഉള്ളിൽ കാർബൺ, ഹൈഡ്രജൻ, നോക്കി ഇവിടെ ശ്രദ്ധിക്കണേ, അത് വരയ്ക്കാം. നോക്കി, കാർബണോ അല്ലെങ്കിൽ ഹൈഡ്രജനോ അല്ലെങ്കിൽ ബോറോൺ പോലത്തെ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാർബണോ അല്ലെങ്കിൽ ബോറോണോ ഹൈഡ്രജനോ പോലത്ത എലമെന്റുകൾ ട്രാപ്പായി പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. നോർമലി ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഉള്ളിൽ കാർബൺ, ഹൈഡ്രജൻ, ബോറോൺ പോലത്തെ നോൺ മെറ്റൽസ് ട്രാപ്പായി പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. ശരി, ഇനി ഇങ്ങനെ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ആയാൽ അതിന് ധാരാളം പ്രോപ്പർട്ടീസ് NCERT പറയുന്നുണ്ട്. നമുക്ക് ആ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്തൂടെ? ഓക്കെ, ദേ ഹാവ് എന്തുണ്ടാകും പറ? വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹയർ ദാൻ ദോസ് ഓഫ് പ്യുവർ മെറ്റൽ. പ്യുവർ മെറ്റലിനേക്കാൾ കൂടുതൽ എന്തുണ്ടാകും? മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകും. ദേ ആർ വെരി ഹാർഡ്. സം ബോറൈഡ്സ് അപ്രോച്ച് ഡയമണ്ട് ഇൻ ഹാർഡ്നെസ്. ഭയങ്കര ഹാർഡായിരിക്കും. ആ ഹാർഡ്നെസ് എവിടെ വരെ എത്താം? ഡയമണ്ടിന്റെ പോലെ വരെ ആകാം. ആരാണ് അവിടെ ഉള്ളത് എങ്കിൽ? ബോറൈഡ് ആണ് ഉള്ളത് എങ്കിൽ. ദേ റിറ്റൈൻ മെറ്റാലിക് കണ്ടക്ടിവിറ്റി. ദേ ആർ കെമിക്കലി ഇനേർട്ട്. അല്ലെ, കെമിക്കലി ഇനേർട്ട് എന്ന് പറഞ്ഞാൽ അത് തീരെ റിയാക്ട് ചെയ്യൂല, ഭയങ്കര റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെന്റ് ആണ് എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോർ സോഫ്റ്റ് എന്നാ പറഞ്ഞത് അല്ല, ഭയങ്കര ഹാർഡ് ആവുന്നല്ലേ പറഞ്ഞത്? ഇത് തെറ്റാണ്. അപ്പം മോർ ഡക്റ്റൈൽ എന്നാ പറഞ്ഞത് ഇല്ല, അതൊന്നും പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ NCERT ആ പോയിന്റേ ഇല്ല. മോർ മെറ്റാലിക് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി അവിടെ പറഞ്ഞ കാര്യമുണ്ട്, മോർ ഹാർഡ്നെസ്. ഹാർഡ്നെസ് പറഞ്ഞാൽ മോർ ബ്രിട്ടിൽ എന്നല്ലേ ഇതിന്റെ മീനിങ്. സോ ഓപ്ഷൻ D ഈസ് റൈറ്റ്. Then go to next one. The number of unpaired electrons in gaseous species of Mn3+, chromium 3+ and vanadium 3+ respectively എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് അറിയാം, ദാറ്റ് ഈസ് 25. 25 ആണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d5 എന്ന് വരും. ഇനി ഇവിടെ Mn3+ ആണെങ്കിൽ അതെന്തായിട്ട് മാറും മക്കളെ? ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ബിക്കം ലൈക്ക് ദിസ് വേ, ദാറ്റ് ഈസ് 3d4. 3d4 ആണെങ്കിൽ അല്ലെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാകും? 3d4. നമുക്കിവിടെ വരയ്ക്കാം. ഇത് മാത്രം ഞാൻ വരച്ച് കാണിച്ചു തരും. ഓക്കെ, നോക്കിക്കോ, 3d4, 4 ഇലക്ട്രോൺസ് ഇവിടെ അൺപെയ്ഡ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി 4 ഇലക്ട്രോൺസ് അൺപെയ്ഡ് ആണ്. ഇനി നമ്മൾ അടുത്തെടുത്ത് നോക്കും നിങ്ങൾ, ക്രോമിയം 3+. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നോർമലി നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് 24. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d5 ആണ് വരിക.
അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്രോമിയം 3+ന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം 3 ആയിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അഥവാ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി നമ്മൾ വനേഡിയത്തിലോട്ട് വരുമ്പോൾ അല്ലെ 4ഉം 3ഉം ഇതന്നെ നോക്കിയാൽ പോരെ. 4ഉം 3ഉം ആണെങ്കിൽ എ ആവാം, ഇനി ബി എന്തായാലും വരൂല, അതുപോലെ ഡി വരൂല, ഒഴിവാക്കാം. എയോ അല്ലെങ്കിൽ സിയോ ആവാം. ഇനി വെനേഡിയം എടുത്ത് നോക്കൂ. വെനേഡിയം ഓൾറെഡി അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. അങ്ങനെയാണെങ്കിൽ പറ 4s2 3d3 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇനി അത് വെനേഡിയം 3+ ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മക്കളെ? 3d2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ട് മാറും. 3 ഇലക്ട്രോൺ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. സോ ദ ഓപ്ഷൻ ഈസ്, നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയാം എന്താ വരേണ്ടത്? 4, 3, 2. ഏതാ വരിക? കറക്റ്റ് ഓപ്ഷൻ എ ഈസ് റൈറ്റ്. ഓക്കെ, ദെൻ ഗോ ടു നെക്സ്റ്റ് വൺ. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ ഈസ് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് n ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? n നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, അതിന്റെ റിലേഷൻ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് മ്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n into n+2. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഇക്വേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് വഴിയെ കാണാം. നോക്കി നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. ഫെറസ് അയോൺ ചേഞ്ചസ് ടു എക്സ് അയോൺ ഓൺ റിയാക്ടിംഗ് വിത്ത് acidified hydrogen peroxide. The number of d electrons present in X and the magnetic momentum are respectively എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു കൺവേർഷൻ, അഥവാ ഫെറസ് എന്ന് പറഞ്ഞാൽ Fe2+ ആണ്. ആ Fe2+ ഹൈഡ്രജൻ പെറോക്സൈഡ് റിയാക്ട് ചെയ്താൽ എന്ത് കോമ്പൗണ്ട് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞാൽ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ എൻ്റെ കയ്യിൽ ഫെറസ് എന്ന് പറഞ്ഞാൽ മക്കളെ എല്ലാവർക്കും അറിയാം, അത് Fe2+ ആണ്. ആ Fe2+നെ ഞാൻ H2O2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എന്ത് മീഡിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആസിഡിഫൈഡ്. കണ്ടോ, ആസിഡിക് മീഡിയം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു H+ ഞാൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Fe2+ എന്തായിട്ട് മാറും മക്കളെ? Fe3+ ആയിട്ട് മാറും അല്ലെ? ഒരു എക്സ് ഫോം ചെയ്തു എന്നാ പറഞ്ഞത്. ആ എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് Fe3+ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രസന്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് പ്രസന്റ്, റെഡി, ആൻഡ് ദർ മാഗ്നറ്റിക് മൊമെന്റം. ഇത് രണ്ടും നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. Fe3+, Feയുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാടാ? 26 ആണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണെടാ? 4s2 3d6 ആണ്. അത് Fe3+ ആയി മാറുകയാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d5 ആണ്. റെഡി അല്ലേ? ഡൗട്ട് ഉണ്ടാ? ഓക്കെ, ശരി. നിങ്ങൾ നോക്കിയേ, അങ്ങനെ 3d5 ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 3d5 ആണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും? മാഗ്നറ്റിക് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? എന്തായിരുന്നു ഇക്വേഷൻ? പറ. മ്യൂ എന്നാ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n into n+2. മക്കൾ ഇവിടെ n is equal to 1 ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് n. ആ n is equal to 1 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 1 point something ആയിരിക്കും. 1 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റം കൃത്യമായി പറഞ്ഞാൽ അത് 1.73 ആയിരിക്കും. അതെങ്ങനെയാ വരുന്നത്? 1 ആണെങ്കിൽ മ്യൂസ് ഈക്വൽ ടു 1 into 1+2, അഥവാ ഇറ്റ് ഈസ് ഈക്വൽ ടു √3 എന്ന് വരും. √3ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1.73 ആണ്. നമുക്ക് എല്ലാത്തിന്റെയും റൂട്ടൊക്കെ എടുത്ത് കൃത്യമായ വാല്യൂ കണ്ടെത്താനൊന്നും ചിലപ്പോൾ നമുക്ക് എക്സാമിന്റെ ഹാളിൽ പറ്റിക്കൊള്ളുന്നില്ല. അത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. n is equal to 1 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റം 1 point something ആയിരിക്കും. ഇനി n is equal to 2 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റം എന്തായിരിക്കും? 2 point something ആയിരിക്കും. 2.83 ആയിരിക്കും. 3 ആണെങ്കിൽ 3 point something. റെഡി? 4 ആണെങ്കിൽ 4 point something. 5 ആണെങ്കിൽ 5 point something. ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ മതി, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഇവിടെ 5 ഇലക്ട്രോൺ ആണുള്ളത്. 5 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഡിയില് 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 5 എന്തായിരിക്കും? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. അങ്ങനെ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 5 point something ആയിരിക്കും. ഓക്കെ, അപ്പം 5 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിലുണ്ട് ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 5 point something ആവണം. അങ്ങനത്തെ ഓപ്ഷൻ ആണുള്ളത്. ഏതാ ഉള്ളത്? എ ആണോ? A6 ആണ്. തെറ്റാണ് അല്ലേ? Then B 5 and 5.92. B നമുക്ക് ആൻസർ ആയിട്ട് വരും. 5 and 4.9 വരില്ല. 4 അല്ല. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് എത്രയാടാ? 5 ആണ്. സോ ദ
ബി ഈസ് റൈറ്റ് ആൻസർ. റെഡി? ഓക്കെ, ഗോ ടു നെക്സ്റ്റ് വൺ. നോക്കണേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്ട്രോങ്ങസ്റ്റ് മെറ്റാലിക് ബോണ്ടിങ്? മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആയിട്ട് വരുന്നത് നിന്നിരിക്കുന്നതിൽ ഏത് എലമെന്റിനാണെന്നാണ്. നമുക്കറിയാം മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആവുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുമ്പോഴാണ്. നിങ്ങൾ അതിന്റെ ഗ്രാഫ് ഒക്കെ NCERT കണ്ടിട്ടുണ്ടാകും അല്ലെ? ആദ്യം ഇങ്ങനെ കൂടി വരും, ദെൻ പിന്നെന്ത് ചെയ്യും? കുറഞ്ഞു വരും. ആദ്യം അതെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, പിന്നെന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, മെറ്റാലിക് സ്ട്രെങ്ത് കൂടണമെങ്കിൽ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ കൂടണമെങ്കിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടണം. അങ്ങനെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുമ്പോഴേ അവിടെ എന്തുണ്ടാവും? ഇന്റർ മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആവുള്ളൂ. മക്കൾ ഇങ്ങനെ പഠിച്ചോ, മെറ്റാലിക് ബോണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്? നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആർക്കാടാ കൂടുതൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത്? അല്ലെ? Fe ആണെങ്കിൽ നമുക്കറിയാം Feന്റെ ഔട്ടർ മോസ്റ്റ് 26 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്ന നമ്മൾ വീണ്ടും ഞാൻ എഴുതണം എന്നില്ല, ഇത് 3d6 ആണ്. d6 ആണെങ്കിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി നമ്മൾ സ്കാൻഡിയത്തിലോട്ട് വരുമ്പോഴോ, സ്കാൻഡിയം 21 ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d1 ആണ്. 3d1 ആണെങ്കിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 1 ആണ്. റെഡി? ഇനി വെനേഡിയം ആണെങ്കിലോ, വെനേഡിയത്തിൻ്റെത് 23 ആണ്. അപ്പൊ 4s2 3d3 ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 3 ആണ്. ഇനി നിങ്ങൾ ക്രോമിയത്തിലോട്ട് വാ. ക്രോമിയത്തിന്റെ എത്രയാടാ? 24 ആണ്. 24 ആണെങ്കിൽ നമുക്കറിയാം അതിന് നമ്മളൊന്ന് മാറ്റി എഴുതാറുണ്ട്. അതെങ്ങനെയാണ്? 4s1 3d5 ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 5 ആണ്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് ക്രോമിയത്തിന്റെ കേസിലാണ്. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ. റെഡി? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, മെറ്റാലിക് ബോണ്ടിങ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഗോ ടു നെക്സ്റ്റ് വൺ. നോക്കിയേ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സിനെ കുറിച്ചുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ഡി ഓർബിറ്റൽ. ശരിയല്ലേ? ശരിയാണ്. ദെൻ ദർ പ്രോപ്പർട്ടീസ് ആർ ഇൻ ബിറ്റ്വീൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്. അല്ലെ? ശരിക്കും ട്രാൻസിഷൻ എലമെന്റ്സിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ? അതായത് എസിൽ നിന്ന് പിയിലോട്ടുള്ള ട്രാൻസിഷൻ എന്നൊക്കെ പറയാറുണ്ട്. സോ എസിന്റെയും പിന്റെയും ഇടയിലുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് നമുക്ക് പറയാം. റെഡി? അങ്ങനെയാണെങ്കിൽ അതും എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്കാൻഡിയം ഈസ് ദ ട്രാൻസിഷൻ എലമെന്റ് വിത്ത് സ്മോളസ്റ്റ് അറ്റോമിക് റേഡിയസ്. അങ്ങനെയാണോ? നമ്മൾ ജനറലി പഠിക്കുന്നത് എന്താ? അറ്റോമിക് റേഡിയസിന്റെ ട്രെൻഡ് ലെഫ്റ്റ് നിന്ന് നമ്മൾ റൈറ്റിലോട്ട് വരുമ്പോൾ റേഡിയസ് കുറഞ്ഞു വരും. അപ്പൊ ലെഫ്റ്റിലുള്ള ആൾക്ക് റേഡിയസ് കൂടുതലാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ? സ്മോളസ്റ്റ് ആണോ വരേണ്ടത്? അല്ലല്ലോ, ഹൈയസ്റ്റ് അല്ലേ വരേണ്ടത്. സോ ഈ ഓപ്ഷൻ സി ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്, കറക്റ്റ് അല്ല. ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +3 ഇങ്ങനെ പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ്, ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. The 3D block elements exhibit maximum number of oxidation states ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? നമുക്കറിയാം മാംഗനീസ് ആണ്. മാംഗനീസ് എന്തൊക്കെയാ കാണിക്കുക? മാംഗനീസ് +2 മുതൽ +3 കാണിക്കും, +4 കാണിക്കും, +5 +6 അപ് ടു +7 വരെ ആര് കാണിക്കും? മാംഗനീസ് കാണിക്കും. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. ഇവിടെ സിങ്ക് ഉണ്ട്, ഇവിടെ സ്കാൻഡിയം ഉണ്ട്. ദേ ഹാവ് ഓൺലി ഷോ 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? സിങ്ക് ആണെങ്കിൽ അത് +2 മാത്രമേ കാണിക്കുള്ളൂ. ദെൻ സ്കാൻഡിയം ആണെങ്കിൽ അത് എന്ത് മാത്രമേ കാണിക്കുള്ളൂ? +3 മാത്രമേ കാണിക്കുള്ളൂ. ടൈറ്റാനിയം ആണെങ്കിൽ അത് +2 കാണിക്കും, +3 കാണിക്കും, +4ഉം കാണിക്കും. ഓക്കെ, ടൈറ്റാനിയം നമുക്കറിയാം +2 അതുപോലെ +3 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. ഓർമ്മ ഉണ്ടാവണേ. ശരി, നെക്സ്റ്റ് നോക്കിയേ. ദ ട്രാൻസിഷൻ എലമെന്റ് ദാറ്റ് ഹാസ് ദ ലോവസ്റ്റ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറഞ്ഞിരിക്കുന്നത്? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? ആണ്. സോ നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്ന് കൗണ്ട് ചെയ്യാം. വെനേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 23. അങ്ങനെയാണെങ്കിൽ അത് 4s2 3d3 ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 3 ആണ്. ഇനി അയൺ ആണെങ്കിൽ അത് 26 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s2 3d6 ആണ് അല്ലേ? d6 ആണെങ്കിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും.
ഓക്കെ, ഇനി കൊബാൾട്ടിലോട്ട് വരുമ്പം അത് 27 ആണ് അറ്റോമിക് നമ്പർ. 4s2 3d7 ആണ്. റെഡി? ഇനി അങ്ങനെയാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. കോപ്പറിലോട്ട് വരുമ്പോൾ നമുക്കറിയാം കോപ്പർ 4s1 3d10 ആണ്. ഡി കംപ്ലീറ്റഡ് ആണ്. എസ്സിൽ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒരൊറ്റ അൺപെയ്ഡ് ഇലക്ട്രോൺസേ അവിടെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കണേ, ലോവസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഹയസ്റ്റ് അല്ല. ഹയസ്റ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എവിടെയാണുള്ളത് അയാളെ നമുക്ക് മാർക്ക് ചെയ്യാമായിരുന്നു. ലോവസ്റ്റ് ആണെങ്കിൽ ഏറ്റവും കുറവ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എവിടെ ഉള്ളത്, അതാണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, copper. Okay, just go to next one. The element that usually does not show variable oxidation state. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത് സ്കാൻഡിയം ആണ്. Then next given below are two statement. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Statement 1, the higher oxidation state are more stable down the group among transition elements unlike p block elements. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി ബ്ലോക്ക് പഠിക്കുമ്പം ഒക്കെ അറിയാൻ മതിയാകും. നമ്മൾ ലെഡിൻ്റെ ഒക്കെ ബേസ് ചെയ്ത് പറയാറുണ്ട്. ലെഡ് നോർമലി കാണിക്കുക ലെഡ് 2+ ആയിട്ടും ലെഡ് 4+ ആയിട്ടുമാണ് എന്ത് ചെയ്യുക, എക്സിസ്റ്റ് ചെയ്യുക. പക്ഷെ അതിൽ ഏറ്റവും മോർ സ്റ്റേബിൾ ആയിട്ട് വരിക ആരാണ്? ലെഡ് 2+ ആണ്. ഷീൽഡിങ് എഫക്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ അങ്ങനെയല്ല. താഴോട്ട് വരുംതോറും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക. NCERT പ്രത്യേകം പറയുന്ന പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയാൽ നിങ്ങൾ, കോപ്പർ ക്യാൻ നോട്ട് ലിബറേറ്റ് ഹൈഡ്രജൻ ഫ്രം വീക്ക് ആസിഡ്. വീക്ക് ആസിഡിൽ കോപ്പർ അല്ലെങ്കിൽ കോപ്പറും വീക്ക് ആസിഡും റിയാക്ട് ചെയ്താൽ, കോപ്പർ പ്ലസ് ഡൈലൂട്ട് HCl അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആസിഡ് റിയാക്ട് ചെയ്താൽ നമുക്കറിയാം ഇവിടെ എന്ത് നടക്കൂല, റിയാക്ഷൻ നടക്കില്ല. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷനിലോട്ട് ഒന്നും കൂടെ വരാം. റെഡി? നോക്കിയേ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇനി ഇവിടുത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് NCERT പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. നോക്കിയേ, അതായത് അവിടെ ക്രോമിയത്തിന്റെ താഴെയുള്ള, അതായത് ക്രോമിയം, അതുപോലെ മോളിബ്ഡനം, അതുപോലെ ടങ്സ്റ്റൺ. റെഡി? ഇവരുടെ 3 പേരുടെയും ഓക്സൈഡ് വെച്ചിട്ട് അതിലെ സ്റ്റെബിലിറ്റി പറയുന്നുണ്ട്. ക്രോമിയം CrO3, അതുപോലെ MoO3, ഓക്കെ, ദെൻ ടങ്സ്റ്റന്റെ ഓക്സൈഡും. ഇതിൽ ഏറ്റവും മോർ സ്റ്റേബിൾ ആരാണ് ചോദിക്കുന്നത് അല്ലെ. താഴോട്ട് പോകും തോറും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഇവിടെ ഏറ്റവും സ്റ്റേബിൾ ആയ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്തിന്റെ ഓക്സൈഡ് ആയിരിക്കും? ടങ്സ്റ്റന്റെ ഓക്സൈഡ് ആയിരിക്കും. സോ അതിന്റെ ഓർഡർ മക്കൾ പഠിച്ചു വെക്കണം അല്ലെ. ടങ്സ്റ്റന്റെ ഓക്സൈഡ് ഗ്രേറ്റർ ദാൻ, ദെൻ MoO3 ഗ്രേറ്റർ ദാൻ CrO3. ഓക്കെ, ഓർമ്മ ഉണ്ടാവണം. ഇത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ശരി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, അറേഞ്ച് ദ ഫോളോയിങ് എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്. എ സ്കാൻഡിയം, ബി ക്രോമിയം, സി വെനേഡിയം, ഡി ടൈറ്റാനിയം, ഇ മാംഗനീസ്. നമുക്ക് വരെ താഴോട്ടൊന്ന് എടുത്ത് എഴുതാം. ഓക്കെ, എ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത് സ്കാൻഡിയം ആണ്. ദെൻ ബി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ക്രോമിയമാണ്. ദെൻ സി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വെനേഡിയം ആണ്. ദെൻ ഡി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ടൈറ്റാനിയം. ദെൻ ഇ എന്ന് പറയുന്നത് മാംഗനീസ്. ഓക്കെ, ഓക്കെ, ഓരോന്നിന്റെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നു, അതിന് അൺപെയ്ഡ് ഇലക്ട്രോൺസിന് എണ്ണം എഴുതി വെക്കുന്നു. സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു. ശരി, നോക്കിക്കോ, ഇവിടെ സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്, ക്രോമിയം 24 ആണ്, വെനേഡിയം 23 ആണ്, ടൈറ്റാനിയം 22 ആണ്, മാംഗനീസ് 25 ആണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ കോഡൊക്കെ വെച്ച് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാകും. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോനിക്കൂസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. സോ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറ്റോമിക് നമ്പർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4s2 3d1, ദെൻ ഇവിടെ എന്താ വരിക, 4s1 3d5 അല്ലെ. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിൽ നമുക്കറിയാം ഹാഫ് ഫുൾഫിൽഡ് ആക്കി നമ്മൾ മാറ്റി എഴുതാറുണ്ട്. ദെൻ വെനേഡിയത്തിന്റെ കേസിൽ എന്താ വരിക, 4s1 3d3. ദെൻ ടൈറ്റാനിയം ആണെങ്കിലോ 4s2 3d2. ദെൻ മാംഗനീസ് ആണെങ്കിലോ 4s2 3d5.
ഇനി അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം വേഗം നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി വെച്ചാലോ. നോക്കി ഇവിടെ എത്ര അൺപെയ്ഡ് ഉള്ളത് 1, ഇവിടെ എത്രയുള്ളത് ഇവിടെ 5 ഉണ്ടാകും. ഇവിടെ എത്രയുള്ളത് സോറി ഇവിടെ ക്രോമിയത്തിന്റെ കേസിൽ 5 അല്ല, നമുക്കറിയാം ഇവിടെ 5 ഉണ്ട് ഇവിടെ 1 ഉണ്ട്, ടോട്ടൽ എത്രയാടാ 6 ആയി. ഓക്കെ, ഒന്ന് നമുക്ക് മാറ്റി ചെയ്താം. ഓക്കെ 6 ആണ്. ഇനി ഈ അടുത്തിലോട്ട് വരുമ്പോഴോ ഇവിടെ 3 ആണ്. ഓക്കെ, ദെൻ ഡിയിൽ എത്ര വരുന്നത് മക്കളെ, ഡിയിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ദെൻ ഇയിൽ എത്ര വരുന്നത്, ഇയിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് ബി ആണ്. ബി കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഇ ആണ്. ബി ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, ഇവിടെ ബി അല്ല, ഇവിടെ ഈ ഡി ആണ്. തെറ്റാണ്, എ തെറ്റാണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സിയിലോട്ട് വരാം. നോക്ക് നിങ്ങൾ, ബി കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ആരാണ്, ഇ ആണ്. ദാ ഇ വന്നിട്ടുണ്ട്. പിന്നെ ആരാണ് നോക്ക് നിങ്ങൾ, പിന്നെ സിയിലാണ് 3 ഇലക്ട്രോൺസ് വരുന്നത്. ദെൻ ഡി, സി കഴിഞ്ഞാൽ ഡി, ഡിയിൽ 2, അറ്റ് ലാസ്റ്റ് എ ആണ്. ഓപ്ഷൻ സി ഈസ് റൈറ്റ്. ഓക്കെ, ദെൻ ഗോ ടു നെക്സ്റ്റ് വൺ. നോക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എ ഫസ്റ്റ് റോ ട്രാൻസിഷൻ മെറ്റൽ ഇൻ ഇറ്റ്സ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് has a spin-only magnetic moment value of 3.86 Bohr magneton. The atomic number of the metal is ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറോട്ട് എത്താൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്താൽ മതി, 3.86 ബോർ മാഗ്നറ്റോൺ മാഗ്നറ്റിക് മൊമെന്റ് വരണമെങ്കിൽ അവിടെ വരേണ്ട നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് n = എത്രയാണ്, 3 ആണ് വരേണ്ടത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണ്. മാത്രമല്ല ആ 3 എപ്പോഴാ വരേണ്ടത്, അത് അതിന്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് വരേണ്ടത്. അല്ലെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എലമെന്റുകളുടെ ഔട്ടർ മോസ്റ്റ് എഴുതിയിട്ട് അങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്കും വരാം. നോക്കിയേ നിങ്ങൾ, ഇവിടെ 26 ആണെങ്കിൽ നമുക്കറിയാം അയൺ ആണ്. അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ, ഔട്ടർ മോസ്റ്റ് 4s2 3d6 ആണ്. ഓക്കെ, ഇനി +2 ആയി കഴിഞ്ഞാൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അഗെയിൻ റിട്ടൈൻ 3d6 തന്നെയാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. ബിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, 4s2 3d5 ആണ്, അഥവാ അത് മാംഗനീസ് ആണ്, 25 അറ്റോമിക് നമ്പർ. ഇനി അതിന്റെ നിങ്ങൾ നോക്ക്, ഇതിന്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുക, D5 ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ദേ ഹാവ് 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. സോറി, ഇവിടെ അയണിന്റെ കേസിൽ 3d6 ആണെങ്കിൽ 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. സോറി, ഓക്കെ, 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. മാറ്റങ്ങളൊന്നുമില്ല, നമുക്കറിയാം. ദെൻ നമ്മള് 23 എന്ന് പറയുമ്പോൾ അത് വെനേഡിയം ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 4s2 3d3 ആണ്. നിങ്ങൾ നോക്ക്, ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ 3d3 വരും, അഥവാ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്താന്ന് വരും, 3 ആണെന്ന് കിട്ടും. നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 3 ആയാലല്ലേ ബോർ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് 3 പോയിന്റ് സംതിങ് ആവുക. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സിയിലോട്ട് വരാം. ഓക്കെ, ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ടൈറ്റാനിയത്തിൻ്റെതാണ്. നമുക്ക് ചെയ്തു നോക്കാം വേണമെങ്കിൽ. 4s2 3d2 ആണ്. 2 അൺപെയ്ഡ് ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ ഇവിടെ. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ +2 2 പോകും. ഓക്കെ, ബാക്കി 2 ഉണ്ടാവുള്ളൂ. 2 ഉണ്ടായാൽ പോരാ, നമുക്ക് എത്ര ഉണ്ടാവണം, 3 ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. ദ ട്രാൻസിഷൻ മെറ്റൽ ഹാവിംഗ് ഹയസ്റ്റ് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് വരുമ്പം നമുക്കറിയാം അല്ലെ, ഹാഫ് ഫിൽഡ് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഫുൾഫിൽഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേബിൾ ആയ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ നല്ല എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, ചിലപ്പം ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാലായിരിക്കും അവിടെ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നല്ല എനർജി കൊടുക്കേണ്ടി വരും. സോ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, തന്നിരിക്കുന്ന എലമെന്റിന്റെ ഒക്കെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ക്രോമിയത്തിൻ്റെത് എന്താ വരിക, ക്രോമിയം 24 ആണ്. അങ്ങനെയാണെങ്കിൽ 4s1 3d5 ആണ്. ദെൻ വെനേഡിയം നമുക്കറിയാം 23 ആണ്. അങ്ങനെയാണെങ്കിൽ 4s1 3d3 ആണ്. മാംഗനീസ് എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ അത് 4s2 3d5 ആണ്. ദെൻ അയണ്ടത് അറ്റോമിക് നമ്പർ 26 ആണ്. അങ്ങനെയാണെങ്കിൽ 4s2 3d6 ആണ്. നമ്മൾ ചോദിച്ചത് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്.
അതിന്റെ മീനിങ് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് മൂന്നാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് എനർജി ആർക്കായിരിക്കും കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് ഏറ്റവും സ്റ്റേബിൾ ആയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർക്കാണ് ഉണ്ടാവുക, അയാൾക്കായിരിക്കും ഹയസ്റ്റ് അയോണൈസേഷൻ എന്താൽപി, തേർഡ് അയോണൈസേഷൻ എന്താൽപി അല്ലേ. സോ നമുക്ക് നോക്കാം. നോക്കി നിങ്ങൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ ഫസ്റ്റ് ഇലക്ട്രോൺ ഇത് പോകും അല്ലേ. രണ്ടാമത് പിന്നെ 3d5 നിന്നാ പോകേണ്ടി വരിക. 3d5 ഹാഫ് ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ 3d5 അതായത് ഇവിടെ സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, തേർഡ് അല്ല. ഓക്കെ, ദെൻ ഗോ ടു നെക്സ്റ്റ് വൺ. നമ്മളോട് ചോദിച്ചത് തേർഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്തേക്ക് നിങ്ങൾ നോക്കി നോക്കി. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ ഈ 2 ഇലക്ട്രോണും സിമ്പിൾ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആ മൂന്നാമത്തെ ഇലക്ട്രോൺ എടുക്കേണ്ടത് ഹാഫ് ഫിൽഡ് ആയ 3d5 ഓർബിറ്റലിൽ നിന്നാണ്. അത് സിമ്പിൾ ആയിരിക്കുമോ? അല്ല, സ്റ്റേബിൾ ആയ അല്ലെ. 3d5 എന്ന് പറയുമ്പം ഹാഫ് ഫിൽഡ് ആണ്, എക്സ്ചേഞ്ച് എനർജി കൂടുതലാണ്, അതുകൊണ്ട് നല്ല സ്റ്റേബിൾ ആണ്. സോ അതുകൊണ്ട് മൂന്നാമത്തെ ഇലക്ട്രോൺ എടുക്കൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും, നല്ല എനർജി ഞാൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് വേണമെങ്കിൽ വെനേഡിയവും തന്നിരിക്കുന്ന അയണ്ടൊക്കെ ചെക്ക് ചെയ്യാം. വെനേഡിയത്തിന്റെ ഒന്നാമത്തത് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാമത്തതോ മൂന്നാമത്തതോ എടുക്കുമ്പോഴോ ഒന്നും അത്ര എനർജി ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഇവിടെ ഹാഫ് ഫിൽഡോ അങ്ങനെ ഒരു ഫുൾ ഫിൽഡ് ആയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ ഒന്നും വരുന്നില്ല. ഇവിടെ വെനേഡിയത്തിന്റെ മക്കളെ 4s2 ആണേ. ഓക്കെ, ദെൻ അയേണ്ടത് നമ്മൾ അറിയാം, രണ്ടാമത്തത് എടുത്താലും മൂന്നാമത്തത് എടുത്താലും ഒന്നും അത്ര കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരില്ല. പക്ഷെ നാലാമത്തത് എടുക്കുമ്പോൾ 2 ഇവിടുന്ന് പോയി, 1 ഇവിടുന്ന് പോയി, നാലാമത്തെ ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അത് 3d5 അല്ലേ ഉണ്ടാവുക. നാലാമത്തത് എടുക്കേണ്ടത് 3d5 എന്നല്ലേ. 3 പോയാൽ 3d5 ആയിരിക്കും. നാലാമത്തത് എടുക്കേണ്ടത് 3d5 എന്നായിരിക്കും. അവിടെ നല്ല എനർജി കൊടുക്കേണ്ടി വരും, കാരണം ഇതൊരു ഹാഫ് ഫിൽഡ് ആണ്. ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അഥവാ സ്റ്റേബിൾ ആയി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഗോ ടു നെക്സ്റ്റ് വൺ. നിങ്ങൾ നോക്കിയേ, ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. NCERT-യിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു കുറച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. അസേഷൻ എന്താ പറയുന്നത്? ഇൻ അക്വസ് സൊല്യൂഷൻ Cr2+ chromium 2+ ഈസ് റെഡ്യൂസിങ് വൈൽ Mn3+ ഈസ് ഓക്സിഡൈസിങ്. റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് നാച്ചർ, അഥവാ അതിന് എന്ത് നടക്കണം? ഓക്സിഡേഷൻ നടക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്സിഡേഷൻ നടക്കണം. ഇനി ഓക്സിഡൈസിങ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അഥവാ എന്ത് നടക്കണം? റിഡക്ഷൻ നടക്കണം എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. അതിന്റെ റീസൺ എന്താ കൊടുത്തത്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ടു ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ഒബ്സർവ്ഡ് ദാൻ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, Cr2+ എന്ന് പറയുമ്പം അതിൻ്റെ ഡിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് D4 ആണ് അല്ലേ. ദെൻ അതിന് ഓക്സിഡേഷൻ നടക്കണം എന്ന് പറയുമ്പം അതിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം. ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ D4 എന്തായിട്ട് മാറും മക്കളെ? D3 ആയിട്ട് മാറും. റെഡി? അതുപോലെ നമ്മൾ മാംഗനീസ് എഴുതി കഴിഞ്ഞാൽ മാംഗനീസിൻ്റെത് Mn3+ ആണ്. റിഡക്ഷൻ നടക്കണം എന്നാ പറഞ്ഞത്, ഇലക്ട്രോണെ വാങ്ങണം. Mn3+ എന്ന് പറയുന്നത് D4 കോൺഫിഗറേഷൻ ആണ്. D4 അല്ലെ. ഒരു ഇലക്ട്രോണും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് കൺവേർട്ട് ആവും? D5 എന്ന് പറയുന്ന ഹാഫ് ഫിൽഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഇത് NCERT-യിൽ ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ പറയുന്ന Cr2+ഉം അതുപോലെ തന്നെ Mn3+ഉം ഇതിന് Cr2+ന് റെഡ്യൂസിങ് സംഭവിച്ചു കഴിഞ്ഞാൽ D4 to D3 ആയി മാറും. റെഡി? അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ D4 D3 ആയി മാറുന്നതിനേക്കാൾ നല്ലത് D4 D5 ആവുന്നതല്ലേ? അപ്പോഴല്ലേ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. മക്കളെ മനസ്സിലാക്കി വെക്കുക. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഫുൾ ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആവാനുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ്. അങ്ങനെ ഹാഫ് ഫിൽഡ് ആയി ഫുൾ ഫിൽഡ് ആയി എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എല്ലാവരും ഒരുപോലെ സ്റ്റേബിൾ ആവണം എന്നില്ല. ഓക്കെ, പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആവാനുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ്. അങ്ങനെ എപ്പോഴും ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡ് ആകുമ്പോൾ എല്ലാവരും ഒരുപോലെ ഭയങ്കര ഹൈലി സ്റ്റേബിൾ ആകണം എന്നില്ല.
റെഡി. ഇനി ഈ ക്രോമിയം 2+ കേസ് പറഞ്ഞിട്ട് NCERT പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഇങ്ങനെ D4 എന്നത് D3 ആയി കഴിഞ്ഞാൽ, നോക്കണേ, D4 എന്നത് D3 ആയി കഴിഞ്ഞാൽ ഇതിന് T2G ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. T2G ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ അസേഷൻ ശരിയാണ്. Mn3+ കേസിൽ D4 D5 ആകുമ്പോൾ നോർമലി നമ്മൾ നേരത്തെ പറയുന്ന കേസ് പോലെ തന്നെ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ ആയിരിക്കും. അതാ പറഞ്ഞത് ഇവിടെ താഴെ അസേഷൻ റീസൺ നോക്ക് നിങ്ങൾ. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ടു ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ഒബ്സർവ്ഡ് ദാൻ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റെഡി. അപ്പം അസേഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ന് പറയുന്നത് അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നമ്മൾ ഈ പറഞ്ഞ T2G EG ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണടാ? കോർഡിനേഷൻ കോമ്പൗണ്ട്സിലാണ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ഓക്കെ, റെഡി. ദെൻ ഗോ ടു നെക്സ്റ്റ് വൺ, 23. നോക്കിയേ നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി? വളരെ സിമ്പിൾ ആണ്. ദേ എക്സിബിറ്റ് ഹൈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ആസ് ദ ഡി സബ്ഷെൽ ഈസ് ഫുൾ. ശരിയാണോ? ഇല്ല. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്നല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ സിങ്കിലോ കാഡ്മിയത്തിലോ മെർക്കുറിയിലോ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുതലുണ്ടോ? ഇല്ല. എല്ലാം കംപ്ലീറ്റഡ് ആണ്, ഫിൽഡ് ആണ്. ദേ ഹാവ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്. സോ ദേ ഹാവ് ലോവസ്റ്റ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഇനി ഈ കേസിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താണ്, നമ്മൾ താഴോട്ട് വരുംതോറും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഒക്കെ കൂടി വരും എന്നാണ് പറയാറുള്ളത്. പക്ഷേ മെർക്കുറിക്കാണ് എന്ത് അവിടെ ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിന്റ്. മെർക്കുറി എക്സിസ്റ്റ് ചെയ്യുന്നത് ലിക്വിഡിലാണെന്നൊക്കെ നമുക്കറിയാം. ഒരു എക്സെപ്ഷൻ അവിടെ ഉണ്ട്. മെർക്കുറിക്കാണ് അവിടെ എന്ത് വരുന്നത്? ഏറ്റവും കുറവ് വരുന്നത്. ദെൻ കാഡ്മിയം, ദെൻ സിങ്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരി. ദെൻ സിങ്ക്, കാഡ്മിയം ഡു നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വൈൽ Hg ഷോ +1. അതായത് മെർക്കുറി ഷോ +1 and +2 അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് ശരിയാണ്. കോമ്പൗണ്ട്സ് ഓഫ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആർ പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. പാരാമാഗ്നറ്റിക് ആവണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം. വേണ്ടേ? ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് പാരാമാഗ്നറ്റിക് അല്ല. അവിടെ എന്താ വരേണ്ടത്? ഡയാമാഗ്നറ്റിക് വന്നാൽ അത് ശരിയായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെയും, അതായത് എയും സിയും തെറ്റാണ്. ഇനി ഡി എന്താ? സിങ്ക്, കാഡ്മിയം ആൻഡ് Hg ആർ കോൾഡ് സോഫ്റ്റ് മെറ്റൽസ്. യെസ്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ NCERT-ലുണ്ട്. അതൊക്കെ തന്നെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. റെഡി. ഒരൊറ്റ മെറ്റൽ ലിക്വിഡ് ആയിട്ടുള്ളൂ, അത് മെർക്കുറി ആണെന്നൊക്കെ നമുക്കറിയാം. സോ സ്റ്റേറ്റ്മെന്റ് ബി ആൻഡ് ഡി ആർ റൈറ്റ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. റെഡി. ഗോ ടു നെക്സ്റ്റ് വൺ. നിങ്ങൾ നോക്കിയേ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഹാവിംഗ് ഓൾ എലമെന്റ്സ് വിത്ത് D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. തന്നിരിക്കുന്നതിൽ ആരാണ് അല്ലെങ്കിൽ ഏത് പെയർ ഓഫ് എലമെന്റ്സ് ആണ് D10 മാത്രം കാണിക്കുന്നത്? കോബാൾട്ട് D10 ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ഓപ്ഷൻ ഒഴിവാക്കി കൂടെ. കോപ്പർ D10 ഉണ്ടോ? യെസ് സാർ, D10 ഉണ്ട്. ദെൻ സിങ്ക് D10 ഉണ്ടോ? D10 ഉണ്ട്. സിങ്കിന്റെ താഴെ വരുന്ന കാഡ്മിയം D10 ഉണ്ടോ? ഉണ്ട്. സിൽവർ കോപ്പർ താഴെ വരുന്നതാണ്. D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ഇവിടെയും നിക്കൽ ഉണ്ട്. നിക്കലിന്റെ D10 അല്ല. പലേഡിയത്തിന്റെ ഓക്കെയാണ്, D10 ആണ്. പക്ഷെ നിക്കലിന്റെ D10 അല്ലല്ലോ. ഇവിടെയും നിക്കൽ ഉണ്ട്. അപ്പം ഓപ്ഷൻ സിയും ഡിയും നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് വൺ. നോക്കി നിങ്ങൾ. ഇൻ ക്രോമൈൽ ക്ലോറൈഡ് ദ നമ്പർ ഓഫ് D ഇലക്ട്രോൺസ് പ്രസന്റ് ഓൺ ക്രോമിയം ഈസ് സെയിം ആസ് ഇൻ. ക്രോമൈൽ ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല മക്കൾക്ക് അറിയാൻ മതിയാകും. ദാറ്റ് ഈസ് CrO2Cl2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിവിടെ -1 ആണ്, ഇത് -2 ആണ്. ക്രോമിയം +2 × -2 അല്ലെ? ഓക്സിജൻ 2 ഉണ്ട്. ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 പ്ലസ് എത്ര ക്ലോറിൻ ഇടാം? 2 ക്ലോറിൻ 2 × -1 ദാറ്റ്സ് ഈക്വൽ ടു 0. നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിയം +6 എന്ന് നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. മനസ്സിലാക്കി വെക്കണേ. ക്രോമൈൽ ക്ലോറിന്റെ കെമിക്കൽ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മയുണ്ടാവണം. CrO2Cl2. അതിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. ഇനി ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. ദാറ്റ് ഈസ് 24. അതായത് 4s1 3d5 ആണ്. അങ്ങനെയാണെങ്കിൽ ക്രോമിയം +6 എന്ന് പറഞ്ഞാൽ മക്കളെ അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ?
ആണ്. അപ്പം ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈക്വൽ ആയ ഓപ്ഷൻ ഏതാ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെനേഡിയം എടുത്തു നോക്ക്. വെനേഡിയം 4+ ആണ്. വെനേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 23, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d3. അപ്പം വെനേഡിയം 4+ ആണെങ്കിൽ അവിടെ 3d1 ആയിരിക്കും എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി മാംഗനീസ് +7 അല്ലെ, മാംഗനീസ് കാണിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലെ, നമുക്കറിയാം. അപ്പൊ മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. 4s2 3d5 ആണ്. സോ +7 ആണെങ്കിൽ ഇതിൽ 2ഉം പോകും, ഇതിൽ 5ഉം പോകും. അവസാനം മാംഗനീസ് എന്തിന് ഈക്വൽ ആണ്, അഥവാ മാംഗനീസ് +7 എന്ന് പറയുന്നത് ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈക്വൽ ആണ്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ക്രോമൈഡ് ക്ലോറൈഡിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ മക്കളെ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അസേഷൻ എ, കോപ്പർ 2+ ഇൻ വാട്ടർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ കോപ്പർ പ്ലസ്. ദെൻ രണ്ടാമത്തെ റീസൺ കൊടുത്തിട്ടുണ്ട്, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ for copper 2+ is much less than that of copper plus. ഓക്കെ, പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കുമ്പം ആദ്യത്തെ അസേഷൻ ശരിയാണോ എന്ന് നമുക്ക് തോന്നും. കാരണം അല്ലെ, കോപ്പർ 2+ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D9 ആണ്. എന്നാൽ കോപ്പർ പ്ലസ് എന്ന് പറയുമ്പം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D10 ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയും കോപ്പർ പ്ലസ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ കോപ്പർ 2+. നോർമൽ കേസിൽ അങ്ങനെയാണ്. പക്ഷേ അതിലെ വാട്ടറിൽ അഥവാ ഇൻ ഹൈഡ്രേഷനിൽ അല്ലെങ്കിൽ അതിന്റെ അക്വസ് ഫോമിൽ കോപ്പർ 2+ ആണ് മോർ സ്റ്റേബിൾ, കോപ്പർ പ്ലസ് അല്ല മോർ സ്റ്റേബിൾ. നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. കോപ്പർ 2+ ആണ് മോർ സ്റ്റേബിൾ, കോപ്പർ പ്ലസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. NCERT ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഇനി അതിന്റെ റീസൺ എന്താ ശരിക്ക്? വളരെ സിമ്പിൾ ആണ്. അത് ഇത്രയേ ഉള്ളൂ. കോപ്പർ പ്ലസ് ആകുന്നു, ദെൻ കോപ്പർ 2+ ആകുന്നു. കോപ്പർ പ്ലസ് ആവുക എന്ന് പറഞ്ഞാൽ D10 കോൺഫിഗറേഷൻ D9 ആവണമെങ്കിൽ നല്ല എനർജി ഞാൻ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ നിലവിൽ ഇവിടുന്ന് റിലീസ് ചെയ്ത അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന, അതായത് ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഇപ്പൊ നിലവിൽ കോപ്പർ 2+നാണ്. നോർമൽ കേസാണ് ഞാൻ പറയുന്നത്. കോപ്പർ പ്ലസ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ എനർജി, കോപ്പർ പ്ലസ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ എനർജി കൊടുത്താൽ മതിയാകും. കാരണം അത് D10 ആയിട്ടാണ് നിലനിൽക്കുന്നത്. റെഡി, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണേ. D10 ആയിട്ടുള്ളത് അപ്പൊ കുറച്ച് എനർജി മതി. കാരണം സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ടാണ് അത് മാറുന്നത്. ഈ സ്റ്റേബിൾ ആയതിൽ നിന്നും വീണ്ടും ഞാൻ പൊട്ടിച്ച ഒരു ഇലക്ട്രോൺ ഒഴിവാക്കാൻ നല്ല എനർജി കൊടുക്കേണ്ടി വരും അല്ലേ, ആണ്. പക്ഷേ ഞാൻ അക്വസ് ഫോം ആണ് എടുക്കുന്നത് എങ്കിൽ അവിടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്നൊരു ഫാക്ടർ ഉണ്ട്. ഈ ഹൈഡ്രേഷൻ എൻതാൽപ്പി നിലവിലെ അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കണേ. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ഫോർ കോപ്പർ 2+ ഈസ് മച്ച് ലെസ് ദാൻ. അതായത് ഈ മച്ച് ലെസ് ദാന്റെ മീനിങ് എന്താ മക്കളെ? അത് മോർ എന്താണ്, നെഗറ്റീവ് ആണ്. അഥവാ ഇതൊരു ഹൈലി എന്ത് റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. കൂടുതൽ എനർജി റിലീസ് ചെയ്തു. അപ്പൊ കോപ്പർ 2+ ഭയങ്കര എനർജറ്റിക് ആണെന്നല്ല നമ്മൾ പറഞ്ഞത്. നല്ല എനർജി കൊടുത്തപ്പോഴാണല്ലോ കോപ്പർന്ന് ഇലക്ട്രോൺ അല്ലെങ്കിൽ കോപ്പർ പ്ലസ് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് കോപ്പർ 2+ ആയത്. അക്വസ് ഫോമിൽ അതിൽ നിന്ന് ധാരാളം എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്ത് എനർജി കുറഞ്ഞ ആളായിട്ട് മാറും. എനർജി കുറഞ്ഞ ആളായി മാറാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് കോപ്പർ 2+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ കോപ്പർ പ്ലസ് ഇൻ ദർ അക്വസ് ഫോം. അത് ശരിയാണ്, റീസണും ശരിയാണ്. ഇപ്പൊ മനസ്സിലാക്കി വെക്കണം. NCERT പ്രത്യേകം ഇത് പറയുന്നുണ്ട്. സോ ബോത്ത് A and R correct and R is the correct explanation of A. Option A is right answer. Okay, go to next one. നോക്കി നിങ്ങൾ. Highest oxidation state of Mn is exhibited in Mn2O7. The correct statement about Mn2O7 R എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാംഗനീസ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ മാംഗനീസിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആവുന്നത് അത് ഓക്സൈഡിന്റെ കൂടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ. മാംഗനീസ് ഈസ് ടെട്രാഹെഡ്രലി സറൗണ്ടഡ് ബൈ ഓക്സിജൻ ആറ്റംസ്. സോ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ്. അപ്പം Mn2O7ന്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. Mn2O7ന്റെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ലൈക്ക് ദിസ് വേ. Mn അല്ലെ, ഒരു ഓക്സിജൻ ഉണ്ട്, അടുത്ത Mn ഇവിടെ ലിങ്ക്ഡ് ആണ്, ദെൻ
ഇതാണ് Mn2O7 സ്ട്രക്ചർ. ഓക്കെ, NCERT ഉണ്ട്, നിങ്ങളിത് പഠിക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. Mn is tetrahedrally surrounded by oxygen atoms. അല്ലേ? ശരിയല്ലേ? ഇവിടെ 4 ഓക്സിജൻ ഉണ്ട് ഈ മാംഗനീസിന്റെ ചുറ്റും. ടെട്രാഹെഡ്രലി സറൗണ്ടഡ് ബൈ ഓക്സിജൻ ആറ്റംസ് ആണ്. Mn is octahedral ആണോ? അല്ല, അത് തെറ്റാണ് അല്ലേ? ഓക്കെ, ദെൻ കണ്ടെയ്ൻസ് MnO-Mn ബോണ്ട് അല്ലെങ്കിൽ ബ്രിഡ്ജ്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഓക്സിജൻ ഇല്ലേ? മാംഗനീസ് ഓക്സിജൻ മാംഗനീസ്, കണ്ട ഒരു ബ്രിഡ്ജ് ഓക്സിജൻ ഇവിടെ ഉണ്ട്. സോ ദാറ്റ് ഈസ് റൈറ്റ് ആണ്. ഓക്കെ, ദെൻ അത് ശരിയാണ് രണ്ടും. കണ്ടെയ്ൻ Mn ബോണ്ട് ഉണ്ടോ? ഇല്ല, Mn ബോണ്ട് ഇല്ല. മാംഗനീസ് ടു മാംഗനീസ് ബോണ്ട് ഇല്ല. മാംഗനീസ് ഓക്സിജൻ മാംഗനീസ് ബ്രിഡ്ജ്ഡ് ബോണ്ട് ആണുള്ളത്. സോ എയും അതുപോലെ തന്നെ സിയുമാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. റെഡി? ദെൻ the set of correct statement is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേഗത്തിൽ പറയാം. ഓക്കെ, മാംഗനീസ് എക്സിബിറ്റ് +7 അല്ലേ? ശരിയല്ലേ? ആണ്. ഇനി ഇറ്റ്സ് ഓക്സൈഡ്സിലല്ലേ? ആണ്, ശരിയാണ്. റുത്തീനിയം ആൻഡ് ഓസ്മിയം എക്സിബിറ്റ് +8. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. +7 ആണ് നമ്മുടെ മാംഗനീസിന്റെ ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. പക്ഷെ +8 കാണിക്കുന്ന 2 പേരുണ്ട് നിലവിൽ. NCERT പറഞ്ഞിരിക്കുന്നത് അത് ഓസ്മിയവും അതുപോലെ തന്നെ റുത്തീനിയം ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇതും ശരിയാണ്. ദെൻ സ്കാൻഡിയം ഷോ +4. സ്കാൻഡിയം +4 കാണിക്കോ? ഇല്ല, സ്കാൻഡിയം ഓൺലി ഷോ +3. സോ ഇത് തെറ്റാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ. ക്രോമിയം ഷോ ഓക്സിഡൈസിങ് നാച്ചർ ഇൻ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ശരിയല്ലേ? ആണ്, അതും ശരിയാണ്. സോ ഓപ്ഷൻ അല്ലേ? നോക്കി നിങ്ങൾ 1 അതുപോലെ 2 4 1 2 4 വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. നോക്കിയേ. മാഗ്നറ്റിക് മൊമെന്റം ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ടു ബി 3.87 ബോർ മാഗ്നറ്റ്. ദ മെറ്റൽ അയോൺ ഈസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 3.87 ആണെങ്കിൽ N is equal to എത്ര വരണടാ? 3 വരണം. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 3 വരണം. ഓക്കെ, അങ്ങനെ വരുന്ന എലമെന്റ് ഏതാ നമുക്ക് നോക്കാം. ക്രോമിയം 2+ എന്ന് പറഞ്ഞാൽ അത് D4 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇലക്ട്രോൺ ക്വാണ്ടിഫിക്കേഷൻ എഴുതി നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. ഇനി Mn2+ ആണെങ്കിൽ അത് മക്കളെ D5 ആണ്. ഓക്കെ, ദെൻ വെനേഡിയം 2+ ആണെങ്കിൽ മക്കളെ അത് D3 ആണ്. എന്നാൽ ടൈറ്റാനിയം 2+ എന്ന് പറയുന്നത് അത് D2 ആണ്. നമുക്ക് എത്ര നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം? D4 ആണെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് 4 അല്ലേ? D5 ആണെങ്കിൽ അത് 5 അല്ലേ? D3 ആണെങ്കിൽ അത് 3 അല്ലേ? 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലല്ലേ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റം 3.87 ബോർ മാഗ്നറ്റോൺ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ഈസ് റൈറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. among the following which is the strongest oxidizing agent? ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ ആർക്കാണ് റിഡക്ഷൻ നടക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്, അവിടെ നിന്നുള്ള ചോദ്യമാണത്. among the following which is the strongest oxidizing agent? അതായത് ആർക്കാണ് റിഡക്ഷൻ നടക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒന്നുമില്ല, Mn3+ എന്തായിട്ട് മാറണം? Mn2+ ആയിട്ട് മാറണം. അതാണല്ലോ അതിന്റെ റിഡക്ഷൻ. ദെൻ ടൈറ്റാനിയം 3+ എന്തായിട്ട് മാറണം? ടൈറ്റാനിയം 3+ ആയിട്ട് മാറണം. ദെൻ Fe3+ എന്തായിട്ട് മാറണം? Fe2+ ആയിട്ട് മാറണം. ക്രോമിയം 3+ എന്തായിട്ട് മാറണം? ക്രോമിയം 3+ ആയിട്ട് മാറണം. സോറി, ക്രോമിയം 2+ ആയിട്ട് മാറണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, ഇവിടേക്ക് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം NCERT-ൽ കൃത്യമായി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതുമായി ബേസ് ചെയ്തിട്ട്. ആ ടേബിളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ലാസ്റ്റിലോട്ട് നോക്കി അങ്ങ് കാണാൻ വേണ്ടി പറ്റും M3+ ബാർ M2+. കണ്ട? റെഡി? അതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് ഓക്സിഡൈസിങ് ഏജന്റ് റിഡക്ഷൻ നടക്കാൻ ഏറ്റവും താല്പര്യമുള്ളത് ആർക്കാന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മളിവിടെ എടുക്കാം, നമുക്ക് മാംഗനീസ് എടുക്കാം. Mn3+. Mn3+ന്റെ വാല്യൂ Mn ഇവിടെ ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ Mn3+ന്റെ വാല്യൂ പ്ലസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇയാൾ നെഗറ്റീവ് ആണ്, ഇയാൾ നെഗറ്റീവ് ആണ്, ഇയാൾ നെഗറ്റീവ് ആണ്. പ്ലസ് ആയിട്ടുള്ളവര് 3 പേര് മാത്രമേ അവിടെയുള്ളൂ.
കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ. അതായത് നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, M3+ M2+ ആയി മാറാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കുന്നവർ 3 പേരാണ്. അതാരൊക്കെയാണ്? ഒന്ന് മാംഗനീസ് ആണ്, രണ്ടാമത്തത് അയൺ ആണ്, മൂന്നാമത്തത് കൊബാൾട്ട് ആണ്. നിങ്ങൾ നോക്കുക, ഒന്നാമത്തത് മാംഗനീസ്, അവിടെ മാംഗനീസിന്റെ പ്ലസ് ആണ്, ദെൻ അടുത്ത പ്ലസ് അത് അയൺ ആണ്, ദെൻ അടുത്ത പ്ലസ് അത് കൊബാൾട്ട് ആണ്. ഇവർക്ക് മാത്രമേ ശരിക്കും M3+ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും M2+ ആയി മാറാൻ ഇഷ്ടമുള്ളൂ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ പോസിറ്റീവ് ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാ? അതുകൂടെ നോട്ട് ചെയ്യണേ. ഏറ്റവും കൂടുതലുള്ളത് കൊബാൾട്ടിനാണ്. റെഡി? ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊബാൾട്ട് ആയിരുന്നു ശരിയായ ഉത്തരം വരിക. ഓക്കെ, ദെൻ നിലവിൽ ബാക്കിയുള്ളവരെല്ലാവരും ടൈറ്റാനിയത്തിന്റെ വാല്യൂ നോക്കും നിങ്ങൾ, മൈനസ് ആണ്. ദെൻ വെനേഡിയത്തിന്റെ വാല്യൂ നോക്കും നിങ്ങൾ, അതും മൈനസ് ആണ്. ദെൻ ക്രോമിയത്തിന്റെ വാല്യൂ നോക്കും നിങ്ങൾ, അതും മൈനസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ദ ഓപ്ഷൻ ഈസ് Mn3+. നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ പറയുന്ന 3 പേർക്ക് മാത്രമേ എന്തുള്ളൂ? പോസിറ്റീവ് SRP ഉള്ളൂ, പോസിറ്റീവ് SRP ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്? നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ശരി, ദെൻ go to last question. നോക്കിയേ, the electrode potential of M2+ bar M of 3D series elements show positive value for എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഇതുമായി ബേസ് ചെയ്തിട്ട് വ്യത്യസ്തമായ കണക്ഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമുക്ക് ഇതിന്റെ വാല്യൂസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് പൊട്ടൻഷ്യൽ വാല്യൂ M2+ ബാർ M എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അഥവാ ഇവിടെയുള്ള SRP വാല്യൂ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഞങ്ങൾക്കറിയാം സിങ്ക് Zn2+ നിന്നും Zn ആവാനുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ -0.76 വോൾട്ട് ആണ്. എനിക്ക് തിരിച്ചു പറഞ്ഞൂടെ, സിങ്ക് 2+ ആവാനുള്ള ഇഷ്ടം എന്ന് പറയുന്നത് കണ്ടോ, +0.76 വോൾട്ട് ആണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ്? സിങ്ക് ആസിഡ് ഇട്ട് റിയാക്ട് ചെയ്താൽ, H2SO4 ഇട്ട് റിയാക്ട് ചെയ്താൽ അതെന്തായിട്ട് മാറും? ZnSO4 ആയിട്ട് മാറും. അതെന്ത് ലിബറേറ്റ് ചെയ്യും? H2 ഗ്യാസ് എന്ത് ചെയ്യും? ഇവിടുന്ന് ലിബറേറ്റ് ചെയ്യും, അല്ലെ? നമ്മൾ ജനറലി നമ്മൾ പറയുന്ന കാര്യമാണ്, H2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. മക്കളെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക? നിങ്ങൾ നോക്ക്, സിങ്ക് 0-ൽ നിന്നും സിങ്ക് എന്തായി മാറി? +2 ആയി മാറി. കണ്ടോ, സിങ്ക് 0-ൽ നിന്നും സിങ്ക് +2 ആയി മാറാനുള്ള ഇഷ്ടം പോസിറ്റീവ് ആണ്. ഇഷ്ടം എപ്പോഴും എന്താവണം? പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ നടക്കും. അതുകൊണ്ട് ഈ റിയാക്ഷൻ ഓക്കെയാണ്. എന്നാൽ നിങ്ങൾ നോക്ക്, കോപ്പറിന്റെ ഇതുപോലെയുള്ള ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് കോപ്പർ 2+ ആയി മാറാനുള്ള വാല്യൂ -0.34 വോൾട്ട് ആണ്. ഇതൊക്കെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഞാൻ ഉറുദു എടുത്ത് പറയുന്നതല്ല. ഈ ടേബിളിൽ തന്നെ നിങ്ങൾ നോക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞത് M3+ ബാർ M2+ അല്ലേ? തൊട്ട് മുകളിൽ M2+ ബാർ M ഉണ്ട്. അവിടെ കോപ്പറിന് കറസ്പോണ്ട് ആയിട്ട് നിങ്ങൾ നോക്ക് +0.34. ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവാ. നോക്ക് നിങ്ങൾ, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നെഗറ്റീവ് വാല്യൂസ് ആണ്. റെഡി? സോ അപ്പൊ കോപ്പർ 2+ ആവാനുള്ളത്, ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് കോപ്പർ 2+ കോപ്പർ ആവാനുള്ളതാണ്. ഞാൻ ഇവിടെ പറയുന്നത് കോപ്പർ 2+ ആവാനുള്ളത് -0.34 വോൾട്ട് ആണ്. അപ്പം ഈ റിയാക്ഷൻ നടക്കും. നിങ്ങൾ നോക്ക്, കോപ്പർ +H2SO4. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവേണ്ടത് കോപ്പർ സൾഫേറ്റും പ്ലസ് എന്തും ഉണ്ടാവണം? H2 ഗ്യാസും ഉണ്ടാവണം. കോപ്പർ 0-ൽ നിന്നും +2 ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നെഗറ്റീവ് ആണ് ഇഷ്ടം. ഇഷ്ടം നെഗറ്റീവ് ആവരുതടാ. ഇഷ്ടം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇഷ്ടം നെഗറ്റീവ് ആവരുത്. നോക്ക്, 0-ൽ നിന്നും എന്തായി മാറൂല? +2 ആയി മാറൂല. കാരണം ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, കോപ്പർ എന്ത് ചെയ്യൂല? മൈൽഡ് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യൂല എന്നുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ കോപ്പറിന് ഇഷ്ടം എന്താ? എപ്പോഴും കോപ്പർ 2+ ബാർ കോപ്പർ തിരിച്ചെഴുതി കഴിഞ്ഞാൽ അത് പോസിറ്റീവ് അല്ലേ? 0.34 വോൾട്ട് ആണ്. കോപ്പറിന് മാത്രമേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തുള്ളൂ? പോസിറ്റീവ് ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ്. ഇത് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിങ്ങൾ SRP വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള ഓർഡർ പഠിക്കുമ്പോൾ ഹൈഡ്രജന് താഴെ വരുന്നവർക്കൊക്കെ പോസിറ്റീവ് ആണ്. ഹൈഡ്രജൻ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര നമ്മൾ കൊടുക്കാറുള്ളത്? ഹൈഡ്രജൻ അല്ലെങ്കിൽ 2H+ ബാർ H2 ഇത് 0 ആണ് കൊടുക്കാറുള്ളത്. ഇതിന്റെ താഴെ വരുന്നവരൊക്കെ പോസിറ്റീവ് ആണ്. താഴെ വരുന്നവരൊന്നും ഹൈഡ്രജൻ അല്ലെങ്കിൽ താഴെ വരുന്നവർക്കൊന്നും ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാൻ കഴിയില്ല ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ. മുകളിൽ വരുന്നവരൊക്കെ എന്താണ്? നെഗറ്റീവ് ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അല്ലെങ്കിൽ ആ എലമെന്റുകളിലൊക്കെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നിട്ട് ഹൈഡ്രജനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഓക്കെ, നമുക്ക് അടുത്തൊരു സെക്ഷനിൽ ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് കാണാം. സോ താങ്ക് യു ഗൈസ്. നന്നായി പഠിക്കുക, നിങ്ങളെ പ്രിപ്പറേഷനൊക്കെ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ കിട്ടിയെന്ന രൂപത്തിൽ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.